ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു റിലീസ് സിനിമ ഉൾപ്പെടെ 15 മലയാള സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഇതുകൂടാതെ ഡയറക്റ്റ് OTT റിലീസായി 7 മലയാള സിനിമകളും എത്തിച്ചേർന്നിരുന്നു. ജൂലൈ മാസത്തിലെ തിയേറ്റർ റിലീസ് ആരംഭിച്ചത് ജൂലൈ 3-നാണ്. ജൂലൈ 3-ന് 5 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. അഭിലാഷ് വാര്യർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത അരൂപി എന്ന സിനിമയാണ് ജൂലൈ 3-ന് റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ. വൈശാഖി രവി, നെബു എബ്രഹാം എന്നിങ്ങനെ ഒട്ടനവധി പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് കേരളത്തിൽ 13 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ജുനൈസ് കാപ്പു സംവിധാനം ചെയ്ത ബോളാഗോളം എന്ന മലയാള സിനിമയാണ് രണ്ടാമത്തെ റിലീസ്. കൈലാഷ്, അഖിൽ പ്രഭാകർ, ആലിയ, ഉണ്ണി നായർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് 4 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി എന്ന മലയാള സിനിമയായിരുന്നു മൂന്നാമത്തെ റിലീസ്. ചിത്രം സംവിധാനം ചെയ്തത് KM ഹരി നാരായണനാണ്. ശങ്കർ, നിസാർ മാമുക്കോയ, ഗൗതം ഹരി നാരായണൻ, ദിവ്യ തോമസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 6 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് പൊയ്കാവ് സംവിധാനം ചെയ്ത വടു എന്ന സിനിമയും തിയേറ്ററിലെത്തിയിരുന്നു. ചിത്രത്തിൽ TG രവി, ശ്രീജിത്ത് രവി, ആര്യ അരുൺ, ശിവജി ഗുരുവായൂർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 3,40,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. P ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത വേലോത്സവം എന്ന സിനിമയാണ് 5ാമത്തെ റിലീസ്. ചിത്രത്തിൽ P ചന്ദ്രകുമാർ, കൃതിക ഗിരീഷ്, അനിത നമ്പ്യാർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജൂലൈ മാസത്തിലെ വമ്പൻ റിലീസുകളിലൊന്ന് ഐ നോബഡി എന്ന പൃഥ്വിരാജ് സിനിമയാണ്. നിസാം ബഷീർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പാർവതി തിരുവോത്ത്, ഹക്കിം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, മധുപാൽ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമയ്ക്ക് അപ്രതീക്ഷിത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേരളത്തിൽ ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് 7,80,00,000 രൂപയാണ്. വേൾഡ് ഗ്രോസായി 16,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 25 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. മോഹൻലാൽ, സിബി മലയിൽ, ലോഹിതദാസ് കൂട്ടുകെട്ടിൽ 1989 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വഴി നേടിയെടുത്ത സിനിമയാണ് കിരീടം. ഈ ചിത്രത്തിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് റിലീസായി ജൂലൈ 10-ന് തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമയും തിയേറ്ററിൽ വിജയിക്കാനായില്ല. 34 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായത്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വരവ്. ചിത്രത്തിൽ അർജുൻ അശോകൻ, മുരളി ഗോപി, സാനിയ അയ്യപ്പൻ, സുകന്യ, ആസീസ് നെടുമങ്ങാട്, ബൈജു എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമ 6,10,00,000 രൂപയും വേൾഡ് ഗ്രോസായി 8,40,00,000 രൂപയും മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. 10 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് കേരള ഷെയറായി 2,77,00,000 രൂപയും വേൾഡ് ഷെയറായി 3,85,00,000 രൂപയും കിട്ടിയിട്ടുണ്ട്. അതേസമയം സിനിമയുടെ OTT റൈറ്റ്സ് വളരെ മികച്ച തുകയ്ക്ക് വിറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ജൂലൈ 17-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ. വിപിൻ ആറ്റ്ലി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിപിൻ ആറ്റ്ലി, ശ്രീജാദാസ്, രഞ്ജിനി മേനോൻ, സാജിദ് യഹിയ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ 12,60,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. പുനീത് ആരാധ്യ സംവിധാനം ചെയ്ത അച്യുത അവതാരം എന്ന മലയാള സിനിമയും ജൂലൈ 17-ന് തിയേറ്ററിലെത്തിയിരുന്നു. മാളവിക നന്ദൻ, അവിനാശ്, സീമാജി നായർ, വിഷ്ണു വിജയൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ വാഷൌട്ടായി കഴിഞ്ഞ ഈ സിനിമ കേരളത്തിൽ 26 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ ഗ്രോസായി 36 ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു. ജൂലൈ 24-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. ചാരു വാഗൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ NRD, അഖിൽ ഷാ, സജിൻ ചിറകിൽ, ശരത് ബാബു, ആൻ മരിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 38 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയും പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. MA നിഷാദ് സംവിധാനം ചെയ്ത ലർക്ക് എന്ന മലയാള സിനിമയും ജൂലൈ 24-ന് തിയേറ്ററിലെത്തിയിരുന്നു. സൈജു കുറുപ്പ്, അനുമോൾ, അജു വർഗീസ്, മഞ്ജു പിള്ള എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ ഫൈനലായി നേടിയെടുത്തിരിക്കുന്നത് 13,65,000 രൂപയാണ്. സിനിമയ്ക്ക് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ജൂലൈ 30-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആഷ ചാന്ദിനി ബൈജു, വിനീത് തട്ടിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ നിലവിൽ കേരളത്തിൽ 1 കോടി റേഞ്ചിൽ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് ഗ്രോസ് 1,30,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. കുഞ്ചാക്കോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത ഉന്മാദം എന്ന സിനിമ ജൂലൈ 31 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, സുധീഷ്, വിശാഖ് നായർ, കൃഷ്ണപ്രഭ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസം തരക്കേടില്ലാത്ത കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഇന്നലെ തിങ്കളാഴ്ച മുതൽ ഈ സിനിമയുടെ കളക്ഷനും മെല്ലെ പോക തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ 3 കോടി റേഞ്ചിലും വേൾഡ് ബോക്സ് ഓഫീസിൽ 4,70,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂലൈ 31-ന് റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ് കണ്ടൻ. ജിബിൻ ആന്റണി തിരക്കഥ സംഭാഷണ സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ ജ്യോതിഷ് ജോസ്, റജീന ഡേവിസൺ, സന്തോഷ് വർഗീസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 1,80,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് OTT റിലീസായി 7 മലയാള സിനിമകളാണ് എത്തിച്ചേർന്നത്. മനോരമ മാക്സ് വഴി ട്രിപ്പിൾ ഡെക്കർ എന്ന സിനിമ റിലീസ് ചെയ്തിരുന്നു. കൃഷ്ണനുണ്ണി മംഗലത്ത് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഗൗരിക്കുട്ടി, ശ്രീകുമാർ നായർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. മുസ്തഫ പാറയിൽ സംവിധാനം ചെയ്ത ഫ്രൈഡേ ട്രിപ്പ് എന്ന മലയാള സിനിമ മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അൽ സാബിത്ത്, പ്രവീൺ, സൂര്യലാൽ, രഞ്ജിനി മുരളി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഷിയാസ് ജാസ് സംവിധാനം ചെയ്ത തീ പുക ചാരം എന്ന സിനിമയും OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ബിദിൽ ബാബു ചാക്കോ, ദീപ്തി കൃഷ്ണ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയും മനോരമ മാക്സ് വഴിയാണ് സ്ട്രീമിംഗ് നടക്കുന്നത്.
പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ദായം എന്ന സിനിമ മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആതിര രാജീവ്, പ്രദീപ് കുമാർ, രഞ്ജിനി ജോർജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. അലി അരികത്ത് സംവിധാനം ചെയ്ത മസറ എന്ന സിനിമയാണ് മറ്റൊരു OTT റിലീസ്. ഹാരിബ് ഹസൻ, സുബൈർ KJ, നസീർ മാമ്പുറം എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയും യൂട്യൂബ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അഖിൽ സുരേഷ് സംവിധാനം ചെയ്ത ഒരു വടക്കം വെളിച്ചം എന്ന സിനിമയാണ് അടുത്ത OTT റിലീസ്. ഹരീഷ് മേനോൻ, സുരഭി സുരേഷ്, അനന്തകൃഷ്ണൻ തിരുവള്ളൂർ, അനു രഞ്ജിനി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം മനോരമ മാക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. SS ജിഷ്ണുദേവ് സംവിധാനം ചെയ്ത റോട്ടൻ സൊസൈറ്റി എന്ന സിനിമയാണ് അടുത്ത OTT റിലീസ്. T സുനിൽ പുന്നക്കാട്, പ്രിൻസ് ജോൺസൺ, മാനസ പ്രഭു, ഗൗതം S എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. എന്തായാലും റീ റിലീസായി തിയേറ്ററിലെത്തിയ കിരീടം ഉൾപ്പെടെ ഒരു മലയാള സിനിമയും തിയേറ്റർ റിലീസായി വിജയിച്ചിട്ടില്ല. ജൂലൈ മാസത്തിൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.